കാരണം നാട് ഇതുവരെ നേടിയ എല്ലാ പുരോഗതിയുടെയും പിന്നിൽ മാധ്യമങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. അത് കഴിഞ്ഞ നാളുകളിൽ പത്രമാധ്യമങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ആ ഒരു റോള് ചാനലുകളാണ്. അതുകൊണ്ട് ഈ നാടിനെ മുൻപോട്ട് നയിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ ചാനലുകൾക്കുണ്ട്. കേവലം കക്ഷി രാഷ്ട്രീയത്തിന്റെ വാഗ്വാദങ്ങൾക്കപ്പുറത്ത് അർത്ഥപൂർണമായ ഈ ജനതയുടെ ഉന്നേറ്റത്തിനും വളർച്ചയ്ക്കും പുരോഗതിക്കും ആവശ്യമായ ചർച്ചകളും മറ്റും ഈ ചാനലുകൾക്ക് മുൻകൈ എടുത്ത് ഉണ്ടാകണം എന്നുള്ളൊരു വലിയ അഭ്യർത്ഥന പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വയ്ക്കാനുണ്ട്. ഞാനൊരു അഡീഷൻ ഇട്ടോട്ടെ. യെസ് സർ. ജയ് ഹിന്ദ്. കാര്യം ആ പ്രസംഗത്തിന്റെ അവസാനം അങ്ങനെ വേണം അല്ലേ? അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? നജ്മ പറഞ്ഞ കാര്യത്തില് ഈ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്നതിന് മാത്രമല്ല, അതായത് ഈ അരാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതി ഉണ്ട്. രാഷ്ട്രീയം വേണ്ടതല്ല, നീതിയുടെ രാഷ്ട്രീയമാണ് മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട രാഷ്ട്രീയം. ആ വാക്കിയോട് എനിക്ക് എതിർപ്പുണ്ട്. അരാഷ്ട്രീയം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയമാണ്. അരാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അപകടകരമായ രാഷ്ട്രീയമാണ്. അരാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു ടേം തെറ്റാണ്. അരാഷ്ട്രീയത്തിലും രാഷ്ട്രീയമുണ്ട്. എന്തുകൊണ്ടാണ് അവർ അത്രത്തിൽ ചിന്തിക്കുന്നത് എന്നുള്ള രാഷ്ട്രീയത്തുണ്ട്. ഞാൻ പലപ്പോഴും ഒബ്ജക്ട് ചെയ്തൊരു വേർഡാണ് രാഷ്ട്രീയത്തിന്. ഇവര് രാഷ്ട്രീയവാദികളല്ല, അവരുടെ രാഷ്ട്രീയം അല്ല. രാഷ്ട്രീയത വളർന്നെങ്കിൽ നമ്മുടെ കുഴപ്പമില്ലേ? അതെ, അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള നമ്മുടെ കുഴപ്പമാണ്. അതായത് രാഷ്ട്രീയക്കാരന് മാത്രം ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സ്വതന്ത്ര അവസാനിപ്പിക്കാം. താങ്കൾ പറഞ്ഞു ലാസ്റ്റ് ലൈൻ. താങ്കൾ പറഞ്ഞു സെക്രട്ടേറിയറ്റിൽ ഇപ്പൊ മാധ്യമങ്ങൾക്ക് വീണ്ടും വിലക്കുകൾ വന്നിട്ടുണ്ട്. അത് അതൊക്കെ വെറുതെയുള്ള കഥ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ വെറുതെയുള്ള കഥകളാ. ആനന്ദേ അതൊക്കെ വെറുതെയുള്ള കഥകളാണ്. മനോരമയിൽ റിപ്പോർട്ട് നിങ്ങൾ കാടിലൊന്നും പോലെ ഒരു വിലക്കും അവിടെ ഇല്ല. ഞാനത് അന്വേഷിച്ച ഒരു വിലക്കും അവിടെ ഇല്ല. മാത്രമല്ല ഞാൻ അങ്ങനെ ഒരു കാര്യം പറയാം. ഒരു വിലക്കും അത് വെറുതെ പറഞ്ഞ കേസാ. ഞാൻ ഈ ഇടയ്ക്ക് അവിടെ സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ പോയപ്പോഴേ സിഎമ്മിന്റെ ഓഫീസിലോട്ടൊന്ന് പോവാന്ന് അവിടെ നിന്ന് സിയോട് പറഞ്ഞു. അങ്ങനെ ചിരിച്ചു. അപ്പം ഞാൻ എന്താ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു 10-200 പേര് മേലോട്ട് കയറിപ്പോയിരുന്നു. ആദ്യമായിട്ട് ഒരാൾ പറഞ്ഞതെന്ന് പറഞ്ഞു.